സ്കൂളുകളിൽ കുട്ടികൾ തമ്മിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങൾ നിസ്സാര കാര്യങ്ങളായിരിക്കും. പക്ഷെ പിന്നീട് ബസ് സ്റ്റാൻഡുകളിലായിരിക്കും തല്ലുമാല. തല്ലെന്നാൽ കൂട്ടയടി, അടിയോടടി. ഈ കണ്ട ദൃശ്യങ്ങളെല്ലാം ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെയാണ്. കുറച്ചുനാൾ മുമ്പ് വരെ ഇവിടെ എത്തുന്ന യാത്രക്കാരുടെയും ഇവിടുത്തെ കച്ചവടക്കാരുടെയും സ്ഥിരം തലവേദനയായിരുന്നു ഇതുപോലുള്ള കൂട്ടയടികൾ. പക്ഷേ ആറ്റിങ്ങലുകാർ വെറുതെ ഇരുന്നില്ല, ഒരുമിച്ചു നിന്നു. ഇപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആ വ്യത്യാസത്തിന് കാരണം ആറ്റിങ്ങൽ പോലീസും വ്യാപാരി വ്യവസായ സമൂഹവും സ്ഥാപിച്ച ക്യാമറകളാണ്. ആ ക്യാമറകൾ ഒരു പരിധിവരെ സ്റ്റാൻഡിലെ പ്രശ്നങ്ങൾ ഒതുക്കിയിട്ടുണ്ടെങ്കിലും ഈ കുട്ടികൾ പുതിയ മാർഗ്ഗങ്ങൾ തേടുന്നുണ്ട്. പരിസര പ്രദേശങ്ങൾ, അതുപോലെ തന്നെ അടുത്തുള്ള ഈ ക്യാമറകളില്ലാത്ത സ്ഥലങ്ങൾ, അവിടെ പോയി സംഘർഷം നടക്കുന്നുണ്ട്. പൂർണ്ണമായും തുടച്ചു നീക്കിയെന്നൊന്നും അവകാശപ്പെടാനാവില്ല. ആരെങ്കിലും മുതിർന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘം ചേർന്ന് അവരെ ഉപദ്രവിക്കുന്നൊരു സംവിധാനം. കുട്ടികളുടെ കൂട്ടത്തല്ല് നേരിട്ട് കണ്ടിട്ടുള്ള വ്യാപാരികൾ പറയുന്നത് കേൾക്കണം. ഒരു സ്കൂളും വേറൊരു സ്കൂളുമായിട്ടാണ് അടി നടക്കുന്നത്. ഒരാൾ രണ്ടാൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 10-50 പേര് ചേർന്ന് അങ്ങ് തുടങ്ങുന്നു. രണ്ട് സ്കൂളിൽ നിന്നും ചിലപ്പോൾ ഒരു 10-100 പേർക്ക് ചേർന്ന് അങ്ങ് തുടങ്ങും. ആര് പിടിച്ചു മാറ്റാൻ എന്തൊരു ചെയ്യാൻ അടുത്ത് പറയാൻ? പിള്ളേർ തമ്മിലുള്ള അടിയെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് നടക്കുന്നത്. അത് നടന്ന് അത് വലുത് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നത്. ഇതിനകത്ത് ചിലപ്പോൾ അതിൻ്റെ വെളിയിൽ ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയായിരിക്കും ഇഞ്ഞവരെ എത്തുന്നത്. കൂട്ടടിയാവും. പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്ന ആവശ്യം മാത്രം ഇതുവരെ നടപ്പായില്ല. കൂടുതൽ സമയം ഇവിടെ തങ്ങുന്ന ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ തങ്ങുമ്പോഴാണ്, ഇവിടെ വന്ന് വീട്ടിൽ പോകാതെ തങ്ങുമ്പോഴാണ് ഇവിടെ സംഘർഷ സാധ്യതകൾ വരുന്നത്. അവർ തമ്മിലൊക്കെ പ്രശ്നമാകുമ്പോൾ. അപ്പോൾ കൂടുതൽ തങ്ങാതിരിക്കാൻ ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. നിയന്ത്രണവും നിരീക്ഷണവും ശക്തമായതോടെയാണ് ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കൂട്ടത്തല്ലുകാർ ഒരു പരിധിവരെ ഒതുങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.